പാല് കഴിച്ചാൽ ശ്വാസം മുട്ടൽ വരുമോ, അല്ലെ തൈര് കഴിച്ചാൽ ശ്വാസം മുട്ടൽ വരുമോ, അല്ലെ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിച്ചാൽ ശ്വാസം മുട്ടൽ വരുമോ, അങ്ങനെ ആസ്മയ്ക്ക് പല ഭക്ഷണങ്ങളുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് നിന്ന് അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു നമ്മൾ ഈ അലർജി ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം പല സാധനങ്ങളും പൊതുവെ കുറച്ച് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നുണ്ട്. ഏത് ഫുഡും ആർക്കും വേണേൽ അലർജി ഉണ്ടാക്കാം. പക്ഷേ കൂടുതൽ അലർജി നമ്മൾ സാധാരണ കാണുന്നത് ഈ ഷെൽ ഫിഷ് ഐറ്റംസ് ഉണ്ടല്ലോ, അത് പൊതുവെ കുറച്ച് കൂടുതൽ അലർജി. നോൺ വെജിറ്റേറിയൻ ഐറ്റംസിൽ ചെമ്മീൻ, ഞണ്ട്, കക്ക ഇറച്ചി അതൊക്കെ കുറച്ച് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നതാണ്. ചിലർക്ക് അയല ഒത്തിരി അലർജി ഉണ്ടാക്കുന്നതാണ്. പല രോഗികൾക്കും ഒരു സംശയമുണ്ട്, പാല് കുടിച്ചാൽ ആസ്മ വരുമോ, അങ്ങനെ ഒരു സംശയം. മിൽക്ക് അലർജി ദാറ്റ് ഈസ് നോട്ട് വെരി കോമൺ. പക്ഷേ അത് ഉണ്ടാകാറുണ്ട്, സാധാരണ ഉണ്ടാകാറുണ്ട്. മുട്ട കഴിച്ചാൽ അലർജി ഉണ്ടാകും. പക്ഷേ അതിനെക്കാട്ടി കൂടി തൈര് ചിലർക്ക് കുറച്ച് കൂടി അലർജി ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞ ഷെൽഫിഷ് ഐറ്റം പറഞ്ഞ പോലെ വെജിറ്റേറിയൻസ് കഴിക്കുന്നതാണ് ഈ തൈര് കുറച്ച് കൂടി അലർജി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പിന്നെ ഞാൻ പിന്നെയുള്ള സാധനം ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ചില ഫുഡ് ഐറ്റംസ്, നമ്മൾ കളറിംഗ് ഏജൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അത് കുറച്ച് കൂടി അലർജി ഉണ്ടാക്കും. ഈ കളറിങ്ങിനായി ചേർക്കുന്ന ചില ഈ സൾഫേറ്റ്സ് അല്ലെങ്കിൽ ടാട്രാസിൻ അങ്ങനെ ചില ഏജൻസ് അത് പൊതുവെ കൂടുതൽ, അതുപോലെ ഈ മോണോസോഡിയം ഈ മറ്റേ നമ്മുടെ അങ്ങനെ ചില അജിനോമോട്ടോ ഫുഡ് പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ പൊതുവെ കൂടുതൽ അലർജി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ പലതും. പിന്നെ വേറെ എണ്ണം തണുപ്പാണ്, കോൾഡ് വാട്ടർ, ഐസ്ക്രീം, അതെപ്പോഴും ആസ്മ ടെൻഡൻസി ഉള്ളവർക്ക് ഭയങ്കര അലർജി ഉണ്ടാക്കും. തണുത്തത് ആസ്മയുള്ളവർ ഐസ്ക്രീം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. പക്ഷേ മറ്റ് ഫുഡ് ഐറ്റംസ് ആണ് നമുക്കറിയാമല്ലോ, അത് നമുക്ക് ട്രയൽ ആൻഡ് എറർ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ഞാൻ പറഞ്ഞ ഈ ഷെൽഫിഷ് അല്ലെങ്കിൽ തൈര് കഴിക്കുന്നവർക്ക് കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ കഴിക്കുക. എല്ലാവർക്കും എല്ലാ അലർജി ഉണ്ടാക്കണ്ട. അത് നമ്മൾ സ്വയം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഫുഡിൻ്റെ അലർജി മിക്കവാറും അങ്ങനെയാണ് വരിക. നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്നതാണ് അതിനകത്ത് എപ്പോഴും. നമുക്ക് തന്നെ മിക്കവാറും അറിയാൻ പറ്റും. നമ്മൾ പൂര് കഴിച്ചു, തൈര് കഴിച്ചു, അപ്പം നമുക്ക് അടുത്ത ദിവസം അല്ലെ വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു വിമർശനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൊണ്ടാണ് നമുക്ക് കണക്ക് കൂട്ടാൻ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ കോഫ് വേരിയൻ്റ് ഓഫ് ആസ്മ എന്ന് നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്. അതായത് കോഫ്, ചില രോഗികൾക്ക് ചുമ മാത്രമായിരിക്കും ആസ്മയുടെ ലക്ഷണം, ശരിക്കും ശ്വാസം മുട്ടൽ ഉണ്ടാവില്ല. അപ്പോൾ അത് എത്ര ഫ്രീക്വൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ? അതൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ അങ്ങനെ ഒരു പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് പിന്നെ ശ്വാസം മുട്ടെന്ന് പറയാറില്ല, അവർ പറയും ചുമയാണ്, തുടർച്ചയായിട്ട് ചുമ. അതിങ്ങനെ അവർ പ്രത്യേകം പറയും, നമുക്കൊരു കുത്തിയുള്ള ചുമ, അതങ്ങനെ പെർസിസ്റ്റൻ്റായിട്ട് ചുമയ്ക്കും. ചുമച്ച് അതിൻ്റെ അവസാനത്തിന് കുറച്ച് അവർക്ക് തന്നെ പറയും ചെറിയ വിമ്മിഷ്ടം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ രോഗിയെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന അത് ആസ്മയാണെന്നുള്ളത്. പക്ഷേ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്ന രോഗി പറയുന്നത് ചുമയെന്ന് പറഞ്ഞായിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് ആസ്മ. അത് പലപ്പോഴും ഈ കോഫ് വരുന്നത്, ചുമ വരുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെ ആസ്മയുള്ള ആൾക്കാർ ഒരു ഹോസ്പിറ്റലിൽ വരികയാണ്, ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം PFT എന്നൊരു ടെസ്റ്റാണ് പറയാറ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അപ്പോൾ പലർക്കും അതിനെപ്പറ്റി അറിയില്ല. എന്ന് വെച്ചാൽ PFT എന്തിനാ, എക്സ്റേ എടുത്താൽ പോരെ എന്നാൽ പല രോഗികളും ചിന്തിക്കുന്നത്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ PFT ഒരു ആസ്മ രോഗിക്ക് അത്യാവശ്യമാണോ, അല്ലെങ്കിൽ അതൊരു ഫാൻസി ടെസ്റ്റ് ആണോ, എന്താണ്? അല്ല, PFT എപ്പോഴും നമ്മളൊരു അത്യാവശ്യമുള്ള ടെസ്റ്റ് തന്നെയാണ്. കാരണം സ്പൈറോമെട്രി എന്ന് പറയുമ്പോൾ സ്പൈറോമെട്രിയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ടെസ്റ്റ്. നമ്മൾ ശ്വാസകോശത്തിൻ്റെ നമ്മുടെ മെയിൻലി ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അത് നാച്ചുറലി ഞാൻ പറഞ്ഞല്ലോ, ആസ്മ വരുമ്പം ശ്വാസനാളി നീർക്കെട്ട് കാരണം ചുരുങ്ങുന്നു. അപ്പോൾ നമ്മുടെ നോർമൽ ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ശ്വാസം വലിച്ചിട്ട് നമ്മളൊരു മെഷീനിലേക്ക് ഊതുകയാണ്. അപ്പോൾ നമുക്ക് ആ ഊതാൻ പറ്റുന്ന അതിൻ്റെ ഫോഴ്സും അതിൻ്റെ എമൗണ്ടും മനസ്സിലാക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട്, അതിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ആ ശ്വാസം മുട്ടലിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാം. അപ്പോൾ ഈ രോഗിക്ക് ശ്വാസം മുട്ടൽ ഉള്ള ഒരാൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണിത്. അതെ, അതുപോലെ തന്നെ അതിൻ്റെ തടസ്സം എത്രയാണെന്നുള്ളത് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. ഇതൊരു അത്യാവശ്യ ടെസ്റ്റ് തന്നെയാണ് ഡോക്ടർ, അത്യാവശ്യ ടെസ്റ്റ് തന്നെയാണ്. കാരണം വളരെ ഹെൽപ്ഫുൾ ആണത്. പിന്നെ പലപ്പോഴും നമ്മൾ എക്സ്റേ പറയാറുണ്ട്, അത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഇല്ല അറിയാനാണോ, അല്ലെങ്കിൽ അത് ആസ്മയുടെ തന്നെ ഒരു ടെസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്? ആസ്മയിൽ ഇപ്പം ഒരു എക്സ്റേ എടുത്തുകൊണ്ട് അത്ര വ്യക്തമായിട്ടൊരു നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും, പക്ഷേ പലപ്പോഴും ആസ്മ പോലെ തന്നെ പ്രസന്റ് ചെയ്യുന്ന പല അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള അസുഖങ്ങളല്ല എന്ന് ഉറപ്പ് വരുത്തണമെന്ന്, മറ്റ് അസുഖങ്ങളെ ഇതിന്ന് വേർതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാന. പിന്നെ ചിലപ്പോൾ നമ്മൾ ആസ്മ പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് ആസ്മ വരുന്ന ഒരു രോഗിയാണെങ്കിൽ അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ആസ്മ മൂലം. ലങ്സിൽ ചിലപ്പം ഒരു ന്യൂമോത്തോറാക്സോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാകും. അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്റേ എന്തായാലും, മിനിമം ഒരു എക്സ്റേയും ഒരു PFTയും ചെയ്താൽ ഒരു ഡോക്ടർക്ക് ഏകദേശം ആസ്മയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെപ്പോഴും രോഗിയെ പരിശോധിക്കുന്നില്ല, രോഗലക്ഷണങ്ങളിൽ ഡോക്ടർ പിന്നെ പരിശോധിക്കുന്നതിനാണ് മുഖ്യമായിട്ട്. അങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മൾ അതിനെ കൂടെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. മെയിൻ ഡയഗ്നോസിസ് നമുക്ക് വരുന്ന രോഗലക്ഷണങ്ങളും